സൗജന്യ യാത്ര ഓർഡിനറികളിൽ പ്രഖ്യാപിച്ചെങ്കിലും കോഴിക്കോട് ജില്ലയിൽ പദ്ധതിയുടെ ഗുണഫലം കിട്ടാത്തവർ ഏറെയാണ്. ബസ്സുകൾ സർവീസ് നടത്താത്ത ഇടത്ത് സൗജന്യ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് എന്ത് ഫലമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാർ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുകയാണ്. ആ പദ്ധതി നടപ്പിലാക്കി കഴിയുകയും ചെയ്തു. പക്ഷേ കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാർ മേഖലയിൽ ഇതെത്രമാത്രം പദ്ധതി പ്രകാരം എത്ര പേർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുമെന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. KSRTC ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര പ്രഖ്യാപിച്ചിരിക്കെ കോഴിക്കോട് ജില്ല ഉൾപ്പെടുന്ന മലബാർ മേഖലയിൽ ഇതിന്റെ പ്രയോജനം എത്ര പേർക്ക് ലഭിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കോഴിക്കോട് ഡിപ്പോയിൽ 30 ബസ്സുകളാണ് ഓർഡിനറി സർവീസുകൾ നടത്തുന്നത്. താമരശ്ശേരി 38, തൊട്ടിൽപ്പാലം 30, തിരുവമ്പാടി 28, വടകര 23 എന്നിങ്ങനെയാണ് മറ്റ് ഡിപ്പോയിലെ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം. ഓഫീസ്, സ്കൂൾ സമയത്ത് ഈ ബസ്സുകളുടെ സർവീസ് നടന്നില്ലെങ്കിൽ സൗജന്യ യാത്രാ സർവീസിന്റെ പ്രയോജനം ലഭിക്കുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടാകും. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യം നൽകുന്നതിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുമുണ്ട്. ആദ്യം വിചാരിച്ചത് എല്ലാ ബസ്സിലും എപ്പോഴും ഫ്രീ ആയിരുന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ ഒരു പരിധി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു പരിധി മറികടന്നിട്ട് പോകാനുള്ളൊരു അവസരം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ല ഞങ്ങൾക്ക് മാളിക്കാട് ഭാഗ പോകേണ്ടത്, അവിടെ KSRTC ബസ്സില്ല. KSRTC സൗജന്യ യാത്ര ചെയ്താൽ എങ്ങനെയാണ് മുതലാകുക? എത്ര KSRTC വണ്ടി ഒരു ആണുങ്ങൾ വേണ്ടേ? പെണ്ണുങ്ങൾ മാത്രം മതി? വോട്ട് ചെയ്ത ആണുങ്ങളും ഇല്ലേ? ഇല്ല, അവിടെ അത്ര ഒന്നുമില്ല. കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടല്ലേ, കുറവല്ലേ ബസ്. വിരലിലെണ്ണാവുന്ന ഓർഡിനറി സർവീസുകൾ മാത്രമാണ് മലബാർ മേഖലയിൽ ഇപ്പോൾ ഉള്ളത്. സർവീസ് നടത്തുന്നത് ഭൂരിഭാഗവും പ്രൈവറ്റ് ബസ്സുകളുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൗജന്യ പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴും എത്ര ശതമാനം പേർക്ക് ഇത് പ്രയോജനകരമാകുമെന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നു. ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PJ അരുൺ, കൈരളി ന്യൂസ്, കോഴിക്കോട്.